बदतमीज दिल बदतमीज दिल बदतमीज दिल मरना मरना बदतमीज दिल बदतमीज दिल बदतमीज दिल मरना ये जवाल है कमाल है सवाल है ഇങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പാടി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. റെസിഡൻസ് അസോസിയേഷന്റെ പെരുന്നാൾ ഗാനമേളയ്ക്ക് ഏറ്റവും നന്നായി പാടുന്ന കുടുംബങ്ങളാണെന്ന് തെളിയിക്കണമെങ്കിലേ ഇങ്ങക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പാട്ടും പാടാൻ പറ്റണം. ഇപ്പൊ ഉദാഹരണത്തിന് അളിയന്റെ ടേസ്റ്റ് പഴയ മെലഡിയാ, പക്ഷെ അത് മാത്രം പാടിയിട്ട് ഒരു കാര്യമില്ല. അടിച്ചുപൊളി പാട്ടും അളിയൻ പാടണം. അടിച്ചുപൊളി പാട്ടല്ലേ അത് നമ്മളേറ്റ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുള്ളി ഇട്ടു വച്ച നല്ല ചെമീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറ്. നിങ്ങളെ പണി മീൻ കൊച്ചടാന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അത് പാട്ടും പാടി പിന്നെ അറിയിക്കണ വേണ്ടല്ലേ? എന്നാ പിന്നെ വേറൊരു അടിച്ചുപൊളി പാട്ട് പാടിത്തരാം. പാടി. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. അതിലുണ്ട് കരിമീൻ അളിയാ. പഠിച്ചോനെ കരിമീൻ അതിലും കുടിക്കുമോ? ആ വേറെ അടിച്ചുപൊളി ഉണ്ട്. പാടി. മറ്റേ ഇതിലെ തക്കിളി നക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്ത് കടക്കൊരു കൊച്ചു കിടാത്തൊന്ന് തിരിച്ചു വരുന്നത് മലക്കൊടി തട്ടി കലവില കൂട്ടണ കാളത്തുമ്പികളായി വിളിക്കെ പറയ ചണ്ടകൾ അറവി തടികട മേളമടിച്ചു മുഴക്കുന്നേരം ചാകര വന്നു കണക്കുമട. ചാകര 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 എന്ന് പറഞ്ഞ മീന്റെ സംസ്ഥാന സമ്മേളനല്ലേ? ശരിയാ, അതല്ല. കാണാപ്പൂ മീനിന് പോകണ തോണിക്കാരാ പൂവാലൻ ചെമ്മീൻ തായോ ചെമ്മീൻ. നിർത്തി. അല്ലളിയാ, ഇങ്ങക്ക് മീന്റെ പാട്ട് മാത്രമേ ഉള്ളൂ? വേറെ ഏതെങ്കിലും വിഷയത്തിലുള്ള നല്ല അടിച്ചുപൊളി പാട്ട് പാടിക്കൂടെ? ഞമ്മള് അവന്റെ തുമ്പത്ത് ഇമാരി പാട്ടൊക്കെ വരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങളെ വേറെ ചില അടിച്ചുപൊളി പാട്ടുകൾ ഞാൻ പഠിപ്പിച്ചു. തൽക്കാലപ്പം ഒരു പ്രണയഗാനം പാടി. ഞമ്മളോ? പ്രണയഗാനം എന്നൊക്കെ പറയുമ്പോ വിചാരിച്ചൊക്കെ ഒരു പാട്ട് കിട്ടും. പാടികൂടി ഓടിയടുത്ത്. അറബിക്കടലൊരു മണവാട്ടി, കരയോ നല്ലൊരു മണവാളൻ. പിന്നെയും വന്നളിയാ കടലും മീനൊക്കെ. നിങ്ങൾ പാടിയ മതി. ഇത്താത്ത ഒരു അടിച്ചുപൊളി പാട്ട് പാടി. റെഡി 1 2 3 4. മെഹറുബാ 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 പുതുക്കപ്പെട്ടേ മെഹറുബാ പത്ത് കൊട്ട പൊന്നു നിന്റെ മഹർ മെഹറുബാ. എന്റെ താത്ത, ഈ ഒപ്പനപ്പാട്ടല്ലാതെ എത്രയോ അടിച്ചുപൊളി പാട്ടുകൾ വേറെ ഉണ്ട്. അങ്ങനത്തെ നല്ലൊരു അടിച്ചുപൊളി പാട്ട് പാടി. റിസ്വാനെ ഒന്ന് പാടി കൊറ. പുലിയിരുന്നത് പുലിയിരുന്നത് ഇടി ഇടിക്കുന്നത് ഇടി ഇടിക്കുന്നത് കൊടി പറക്കത്ത് വേട്ടക്കാര വെറുതെ പാത്ത് നല്ല നടക്കുന്നത് കൊല നടക്കുന്നത് ഇടി ഇടിക്കുന്നത് വേട്ടക്കാര വെറുതെ പാത്ത്. ഇങ്ങനത്തെ പാട്ടാ ഞാൻ പറഞ്ഞത്. ഇത് തമിഴ് പാട്ടല്ലേ? ഒരു മലയാളം പാട്ട് പാടി നോക്കട്ടെ. അന്നെ മത്സരത്തിന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അതു നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം എന്ത് പാട്ടാണിത്? ഇത് ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടാളിയാ. ബാംഗ്ലൂരിലല്ലേ നടക്കുള്ളൂ, കോഴിക്കോട് നടക്കൂല. അത് ഇതൊരു സിനിമന്റെ പേരാ, ബാംഗ്ലൂർ ഡേയ്സ്. ശരി അളിയ, പല ടേസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവും ഈ ഓഡിയൻസിന്റെ ഇടയിൽ. അവരെ തൃപ്തിപ്പെടുത്താൻ പല തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ പറഞ്ഞു വരും. ആകെ മൊത്തം ലൈവായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മാനം കിട്ടും. അതിനെല്ലാ തരത്തിലുള്ള പാട്ടുകളും നമ്മൾ പാടണം. റിസ്വാനെ ഒരു ശോകഗാനം പാടറാ, ഒരു വിരഹഗാനം. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ, ഇരുൾ ജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണനിൽ കിതയ്ക്കുന്നു നീ ശ്വാസമേ. അളിയാ, എന്റെ കൂറ്റ് കിട്ടിയ ഓനാ. താത്ത നിങ്ങൾ പാടിയൊരു വിരഹഗാനം. സാജിദാ സാജിദാ നീ ഒളിച്ചിരിക്കണതെന്താണ്, സാജിദാ സാജിദാ നീ നാണിക്കണതെന്താണ്. അതെങ്ങനെയാണ് താത്ത വിരഹഗാനാവുന്നത്? സാജിദ് ഒളിച്ചു നിൽക്കുമ്പോ ഓനോളെ കാണില്ലേലോ, കാണാണ്ട് നിക്കുമ്പല്ലേ ഞമ്മക്ക് വിരഹം ഉണ്ടാകണേ. താത്ത വേറൊരു പാട്ട് പാട്. എന്നാ വേറെ പാടാം. വിരഹല്ലേ?
നെഞ്ചിനുള്ളിൽ നീയാണ്, നമ്മുടെ താജുദ്ദീന്റെ പാട്ട്. കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണു ഫാത്തിമ. പാത്തുമ്മ. ഫാത്തിമ. അല്ല ഇവള് പാടിയല്ലേ? എനിക്ക് സങ്കടം വരുന്നു. ഓ ഇത്താത്തന്റെ പേര് വിളിച്ച് കരയുന്ന പാട്ടൊന്നും അവിടെ ചെന്ന് പാടണ്ട. ഇത്രയും നേരം ഇങ്ങളൊക്കെ പാടിപ്പിച്ചതില് എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് നല്ല പരിശീലനം ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടൂല. ഈ പരിശീലനം നടത്താനുള്ള കായൊന്നും തൽക്കാലം ഇപ്പൊ ഞങ്ങളെ കയ്യില്. അളിയാ സമ്മാനായിട്ട് 60,000 ടിവിയാ കിട്ടുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറച്ചു വിറ്റാൽ 50,000 കിട്ടും. വെറും 5,000 മുടക്കിയാ മതി. നല്ലൊരു മ്യൂസിക് ടീച്ചറെ ഞാൻ കൊണ്ടുതരാം, ഒരാഴ്ചത്തെ ട്രെയിനിങ്. അതോടെ നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലാത്ത സംഗതികളൊക്കെ നിങ്ങൾ പഠിക്കും. അല്ല ഇപ്പല്ലാത്ത ഏതൊക്കെ സംഗതികൾ കിട്ടും ടി വി അല്ലാണ്ട്? ആ സംഗതി അല്ല അളിയ, ഇത് സംഗീതത്തിലെ സംഗതി. അളിയൻ ഈ മ്യൂസിക് റിയാലിറ്റി ഷോകളൊക്കെ കാണല്ലേ, എന്നിട്ട് ഈ സംഗതി അറിയാത്ത പോലെ എന്താ അല്ല മോനെ, ആരാ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന മാസി? മുംബൈ മധ്യനാഥ ഭാഗവതർ. എന്ത് മലയാളിയാ, കുറെ കാലം മുംബൈയിലായിരുന്നു. അല്ല പേരിനകത്തൊരു മദ്യം ഉണ്ട്, അടിക്കാരനായിരിക്കും. അതെ, ഈ സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടാതെ സങ്കടപ്പെട്ട് മദ്യപിക്കുന്ന ഒരു പാവം ഭാഗത്ത്. ശരി, ചെറിയ ചില്ലർ എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി. മൂപ്പര് ഈ സംഗതികളൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ മൂപ്പരൊന്ന് വിളിച്ചോ? വിളിച്ചു. മുംബൈയിലാണെങ്കിലും മലയാളമൊക്കെ അറിഞ്ഞൂടെ? ആണ്, മലയാളിയാണ്. അവിടെ ചെന്ന് താമസിച്ച. ഹലോ മദ്യം ഭാഗവതർ, മനസ്സിലായോ? ഷുക്കൂർ ഷുക്കൂർ. മുസക്ക അറിയോ? ഞങ്ങള് റെസിഡൻസ് അസോസിയേഷനാ. അറിയാ, നമ്മള് കണ്ടിട്ടുണ്ട്. മൂസാക്ക പെരുന്നാൾ ഗാനമേളയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് റിഹേഴ്സലൊക്കെ തുടങ്ങിക്കണ്. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ മൊത്തം പരിപാടിയെ 3 മണിക്കൂറുകളിൽ നിർത്തണം എന്നാണ് ഹാളുകാര് വാടകയ്ക്ക് എടുക്കും പറഞ്ഞത്. അതുകൊണ്ട് പേര് തന്നെ എല്ലാവരും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും പങ്കെടുക്കും. ഇവിടുത്തെ ടി വി കേടായിട്ടേ 4-5 മാസം അയക്കണേ. ഒരു പുതിയ ടി വി സമ്മാനമായിട്ട് കിട്ടുന്ന കാര്യല്ലേ, നമ്മൾ എന്തായാലും പങ്കെടുപ്പിക്കണം. ഈ അസോസിയേഷന് കീഴിലെ 45 കുടുംബങ്ങളുണ്ട്. അവരെല്ലാരും നിരന്ന് പാടാൻ തുടങ്ങി കഴിഞ്ഞാലേ അതിനെ നേരെ ഉണ്ടാവൂ. മറ്റു കലാപരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് പേര് തന്നവരിൽ നിന്നും ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് നടത്തും. എന്ന് വെച്ചാലേ പുരയിൽ വന്ന് എല്ലാവരെ കൊണ്ട് പാടിപ്പിച്ചു നോക്കും. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് മാത്രം സ്റ്റേജിൽ മത്സരിക്കാൻ അവസരം തരും. അത് വല്ലാത്തൊരു സേത്തായി പോയി. അസോസിയേഷന്റെ വാർഷിക പരിപാടിയാണ്. നന്നായി പാടാത്ത കുടുംബങ്ങളെ സ്റ്റേജിൽ കയറ്റിയാല് പരിപാടി കുളമാവും. നിങ്ങൾ എന്തായാലും പാടിത്തരാം. എന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നും. നിർത്ത്. നിങ്ങൾ പാടേണ്ടത് ഞങ്ങളുടെ മുമ്പിലല്ല. ഞങ്ങള് പാട്ട് കേട്ട് വിധി എഴുതാൻ പറ്റുന്ന വിദഗ്ധരൊന്നുമല്ല. റെസിഡൻസ് ഭാരവാഹികൾ മാത്രമാണ്. പിന്നെ ആരെ മുമ്പിലാ നമ്മള് കഴിവ് തെളിയിക്കേണ്ടത്? നാളെ ഒരു വിദഗ്ധ സംഘം രാവിലെ വീട്ടിലെത്തും. അവരുടെ മുമ്പിൽ പാടി കൊടുത്താൽ മതി. ഒന്ന് തയ്യാറെടുത്തിരിക്കാൻ നേരത്തെ വന്ന് അറിയിച്ചു മാത്രം. അതേതായാലും നന്നായി. എന്നാ ശരി, ഞങ്ങൾ ശരി.